അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ ദുറൂസുൽ അഖായിദ് 10ാമത്തെ ചാപ്റ്റർ ഇന്നി ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെപ്പോലെയല്ല എന്നർത്ഥം വരുന്ന പാഠാണ് വായിക്കുന്നത്. ഈ പാഠത്തിൽ പറയുന്നത് നബിമാരൊന്നും സാധാരണ മനുഷ്യരല്ല, അവര് അസാധാരണ മനുഷ്യരാണ്. അവർ മറിഞ്ഞ കാര്യങ്ങൾ അറിയുന്നു, അതുപോലെ തന്നെ മലക്കുകളെ കാണാനും കേൾക്കാനും കഴിയുന്നു, വഹ്യ് സ്വീകരിക്കാൻ സാധിക്കുന്നു. ഇതൊന്നും നമ്മെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പറയാതെ മുസ്ലിമാകാൻ പോലും ഒരാൾക്കും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറഞ്ഞ കാര്യം അറിയും എന്നതിനുള്ള തെളിവാണ് പാഠത്തിൽ വായിക്കുന്നത്. വായിക്കാം. ബദർ യുദ്ധത്തിലേറ്റ കനത്ത പരാജയം ഖുറൈശികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പക വർദ്ധിപ്പിച്ചു. സഫ്വാൻ ബിൻ ഉമയ്യ ഉമൈർ ബിൻ വഹ്ബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ കരാറുണ്ടാക്കി. ശരീരത്തിൽ വാളൊളിപ്പിച്ച് വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലെത്തിയ ഉമൈറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താണ് ആഗമനോദ്ദേശം? തന്റെ ബന്ധുക്കളിൽപ്പെട്ട ബന്ദികളെ മോചിപ്പിക്കാൻ വന്നതാണ് അദ്ദേഹം അറിയിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫ്വാൻ ബിൻ ഉമയ്യയുമായി ഉണ്ടാക്കിയ കരാറിനെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹം അമ്പരന്നു. ആരും അറിയാതെ കഅബയുടെ അടുത്ത് വെച്ച് സഫ്വാനും ഞാനും തമ്മിൽ ഉണ്ടാക്കിയ കരാർ എങ്ങനെ മുഹമ്മദ് അറിഞ്ഞു? ഒട്ടും താമസിച്ചില്ല, ഉമൈർ ഇസ്ലാം സ്വീകരിച്ചു. സഫ്വാനും ഉമൈറും തമ്മിൽ ഉണ്ടാക്കിയ കരാർ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു? ഹാഷിമിന് സംശയം. നബിമാർ നമ്മെ പോലെയല്ല, അവർ ഗൈബ് അറിയും. ഗൈബ് എന്ന് പറഞ്ഞാല് മറഞ്ഞ കാര്യങ്ങൾ. മലക്കുകളെ കാണാനും കേൾക്കാനും അവർക്ക് കഴിയും, വഹ്യ് സ്വീകരിക്കാൻ സാധിക്കും. ഇതൊന്നും സാധാരണ മനുഷ്യർക്ക് കഴിയില്ല. ഹദീസിൽ ഇങ്ങനെ കാണാം, അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹാ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ആയിഷ ഹാദാ ജിബ്രീൽ യഖറഉ അലൈകിസ് സലാം ഫഖാലത് വഅലൈഹിമുസ് സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു തറാ മാ ലാ അറാ. എന്താ അതിന്റെ അർത്ഥം? ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് നിവേദനം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓ ആയിഷ, ഇത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, നിനക്ക് സലാം പറയുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വഅലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, നബിയെ, ഞാൻ കാണാത്തത് തങ്ങൾ കാണുന്നു. നോക്കൂ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാനോ ശബ്ദം കേൾക്കാനോ ആയിഷ ബീവിക്ക് കഴിഞ്ഞില്ല. മറ്റുള്ളവർ കാണാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നു എന്ന് ബീവി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. നബിമാർ നമ്മിൽ നിന്ന് തീർത്തും വ്യത്യസ്തരാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിയർപ്പ് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരുന്നു. അവിടത്തെ തിരികേശം മുഖ്യവെള്ളം സ്വഹാബികളെ രോഗശമനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണുകൾക്ക് മാത്രമേ ഉറക്കമുണ്ടായിരുന്നുള്ളൂ, കൽബ് ഉറങ്ങാറില്ല. കൽബ് എന്ന് പറഞ്ഞാല് ഹൃദയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിന്നീടുള്ളത് കാണാൻ കഴിയുമായിരുന്നു, നിഴലുണ്ടായിരുന്നില്ല. ഇവയെല്ലാം സാധാരണ മനുഷ്യർക്കില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പറയാതെ അദാനും നിസ്കാരം സ്വഹീഹാവുകയില്ല. എന്താണ് അദാന്? ബാങ്ക്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബുവത്തിന് ശേഷം ഷഹാദത്തിൽ അല്ലാഹു തആലയുടെ പേര് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പറയാതെ മുസ്ലിമാകാൻ പോലും സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെപ്പോലെയെന്ന് അവിടുന്ന് തന്നെ നമ്മെപ്പോലെയല്ലെന്ന് അവിടുന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നി ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെ പോലെയല്ല. പ്രവാചകത്വം അല്ലാഹു തആലയുടെ പ്രത്യേക നിയോഗമാണ്. അതിനായി അല്ലാഹു തആല തെരഞ്ഞെടുക്കുന്നവരെ ചില സവിശേഷതകളോട് കൂടിയാണ് സൃഷ്ടിക്കുന്നത്. അവർ ജന്മന വിശുദ്ധരാണ്. പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ അവരിൽ നിന്ന് അത്ഭുത സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഈ സംഭവങ്ങൾക്ക് ഇർഹാസുകൾ എന്നാണ് പറയാം. അതായത് പ്രവാചകത്വത്തിന് മുമ്പുണ്ടായ അത്ഭുത സംഭവങ്ങൾ. നബി തങ്ങൾക്ക് 40-ാം വയസ്സിലാണ് നബുവത്ത് കിട്ടിയത്. ആ നബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പുണ്ടായ അത്ഭുതങ്ങൾക്ക് എന്താ പേര് പറയാ? ഇർഹാസ്. ശേഷമുള്ളതിന് മുഅ്ജിസത്തും എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നി ലആരിഫു ഹജറൻ ബി മക്ക കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅസ ഇന്നി ലആരിഫുൽ ആൻ. എന്നതിനർത്ഥം, എനിക്ക് പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് തന്നെ എന്നോട് സലാം ചൊല്ലിയിരുന്ന മക്കയിലെ ഒരു കല്ലിനെ എനിക്ക് പരിചയമുണ്ട്. നബിമാർ മനുഷ്യർ തന്നെയാണ്. അപ്പോൾ പറയാനുള്ള ഉദ്ദേശം എന്താണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു അത്ഭുതമാണ് നബി തങ്ങളോട് കല്ല് സലാം ചൊല്ലി എന്നുള്ളത്. നോക്കൂ, നബിമാർ മനുഷ്യർ തന്നെയാണ്, എന്നാൽ സാധാരണ മനുഷ്യരല്ല. അവർക്ക് മാനുഷികമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഖുർആൻ പറയുന്നു, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ഇത് അൽ-കഹ്ഫ് സൂറത്തുൽ അവസാനത്തെ ഭാഗത്തുള്ള ആയത്താണ്. നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാനും മനുഷ്യൻ മാത്രമാണ്, അഥവാ മലക്കോ ജിന്നോ ഒന്നുമല്ല. എന്നാൽ സാധാരണ മനുഷ്യർക്കില്ലാത്ത വഹി എനിക്ക് ലഭിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബുവത്ത് സ്ഥിരപ്പെടുത്തുന്ന ധാരാളം തെളിവുകളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്യസന്ധതയും വിശ്വസ്തതയും. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത വിശുദ്ധി. മൂന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പൂർവ്വവേദങ്ങളിലെ പ്രവചനങ്ങൾ. പൂർവ്വവേദം എന്ന് പറഞ്ഞാൽ എന്താ? തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ തുടങ്ങിയ വേദങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പ്രവചനം ഉണ്ടായിരുന്നു. മക്കയിലാണ് ജനിക്കുക, മുഹമ്മദ് ആയിരിക്കും പേര്, ഉപ്പയുടെ പേര് അബ്ദുള്ള, ഉമ്മയുടെ പേര് ആമീന. ഇങ്ങനെ വളരെ വിശദമായി തന്നെ നബി തങ്ങളെ കുറിച്ച് പ്രവചനം ഉണ്ടായിരുന്നു. നാലാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പ്രവചനങ്ങൾ. അഞ്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വെളിപ്പെട്ട അമാനുഷിക സംഭവങ്ങൾ. അമാനുഷികം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യന് കഴിയാത്ത കാര്യങ്ങൾ. ആറ്, വിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അൽ അമീൻ എന്നായിരുന്നു. ഇവിടെ ആറാമത്തെ വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ആയിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അൽ അമീൻ എന്നായി നാട്ടുകാർ വിളിച്ചിരുന്നത്. എന്താണ് അൽ അമീൻ എന്ന് പറഞ്ഞാൽ? വിശ്വസ്തൻ. അതാണ് അതിന്റെ അർത്ഥം. 35-ാം വയസ്സിൽ കഅബ പുനർനിർമ്മാണം നടക്കുന്ന വേളയിൽ അൽ ഹജറുൽ അസ്വദ് സ്ഥാപിക്കുന്നതിനെ കുറിച്ചുണ്ടായ തർക്കം പരിഹരിക്കാൻ അവർ നിയോഗിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയായിരുന്നു. അൽ അമീൻ എല്ലാവർക്കും സ്വീകാര്യനാണ് എന്നാണ് അന്നവർ പറഞ്ഞത്. ബദർ യുദ്ധ സമയത്ത് അഖ്നസ് ബിൻ ഷുറൈഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അബൂജഹലിനോട് ചോദിച്ചു, മുഹമ്മദ് കളവ് പറയാണോ? അബൂജഹൽ പറഞ്ഞു, മാ കദ മുഹമ്മദൻ ഖത്തു, മുഹമ്മദ് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. ആരാണ് അബൂജഹൽ എന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹൽ പോലും നബി തങ്ങള് കളവ് പറയൂല എന്നുള്ള അഭിപ്രായമായിരുന്നു. നോക്കൂ, നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിലുള്ള നീളം സത്യസന്ധത പുലർത്തിയവരായിരുന്നു. അവിടുത്തെ ജീവിതത്തിൽ ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല. സൃഷ്ടികളുടെ കാര്യത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്തയാള് സൃഷ്ടാവിന്റെ പേരിൽ കളവ് പറയുമെന്ന് ഊഹിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യപ്രവാചകനാണെന്ന് ഉറപ്പാണ്. അല്ലാഹു തആല പറയുന്നു, ഖദ് നഅലമു ഇന്നഹു ലയഹ്സുൻകല്ലദീ യഖൂലൂൻ فإنهم لا يكذبونك ولكن الظالمين بآيات الله يجحدون. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഖദ് നഅലമു, തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്നഹു ലയഹ്സുൻകല്ലദീ യഖൂലൂന, അവർ പറയുന്നത് താങ്കളെ ദുഃഖിപ്പിക്കും എന്നുള്ളത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സമാധാനിപ്പിക്കാൻ. ഫഇന്നഹും ലാ യുകദ്ദിബൂനക, നിശ്ചയം അവര് താങ്കളെ കളവാക്കുന്നില്ല, താങ്കൾ കളവ് പറയില്ല എന്നവർക്കറിയാം. വലാകിന്ന ളാലിമീന ബിആയാത്തില്ലാഹി യജ്ഹദൂൻ, എന്നിരുന്നാലും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും നിഷേധിക്കുന്നു. ഈ ആയത്തിൽ പറയുന്ന എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും കളവ് പറയില്ല എന്നുള്ള ശത്രുക്കളെ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. ഇനി നമുക്ക് ദരിബാത്ത് വായിക്കാം. നോക്കൂ, നസ്സിൽ ചേർത്ത് എഴുതാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ കരാറുണ്ടാക്കി ലെറ്റർ ഡി സുഫ്വാൻ ഇബ്നു ഉമയ്യ. രണ്ട്, തറ മാലാറ ലെറ്റർ എ ആയിഷ റളിയല്ലാഹു അൻഹ. മൂന്ന്, മാ കദ മുഹമ്മദൻ ഖത്തു ലെറ്റർ ബി അബൂജഹൽ. നാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാനായി പുറപ്പെട്ടു ലെറ്റർ സി ഉമൈർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, നുജീബു ബി കലിമത്തിൻ വാഹിദ്, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറയാതെ സ്വഹീഹാവാത്ത ഒരു കർമ്മം, നിസ്കാരം. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാട്ടുകാർ എന്ത് വിളിച്ചു? അൽ അമീൻ. മൂന്ന്,
വിശുദ്ധ കഅബ പുനർനിർമ്മാണ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വയസ്സ് 35. മൂന്നാമത്തെ ആക്ടിവിറ്റി മുക്കമ്മിൽ പൂരിപ്പിക്കാനാണ്. അതിൽ ഒന്നാമത്തത്, നബിമാർ നമ്മ പോലെയല്ല, അവർ ഗൈബ് അറിയും. 2, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിയർപ്പ് കസ്തൂരിനേക്കാൾ സുഗന്ധമുള്ളതാണ്. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുറങ്ങും, ഖൽബ് ഉറങ്ങാറില്ല. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിലുടനീളം സത്യസന്ധത പുലർത്തിയിരുന്നു. ഈ 4ാമത്തെ ആക്ടിവിറ്റി തഖ്സീസ്. 1, ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എഴുതാനാണ്. ചോദ്യങ്ങൾ ഉണ്ടാക്കി ഉത്തരങ്ങൾ എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഉഫ്വാനും ഉമൈറും തമ്മിൽ കരാറുണ്ടാക്കി എന്ത്? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ. രണ്ടാമത്തെ ചോദ്യം, ഉമൈർ ഇസ്ലാം സ്വീകരിച്ചതെങ്ങനെ? ഉത്തരം, അവർ തമ്മിൽ ഉണ്ടാക്കിയ കരാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോൾ. മൂന്നാമത്തെ ചോദ്യം, സാധാരണ മനുഷ്യർക്ക് കഴിയാത്തത് എന്ത്? ഉത്തരം, ഗൈബ് അറിയാനും മലക്കുകളെ കാണാനും കേൾക്കാനും വഹ്യ് സ്വീകരിക്കാനും. നാലാമത്തെ ചോദ്യം, അള്ളാഹുവിന്റെ പ്രത്യേക നിയോഗം എന്ത്? ഉത്തരം, പ്രവാചകത്വം. അഞ്ചാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് സ്ഥിരപ്പെടുത്തുന്ന ഒരു തെളിവ്? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വിശുദ്ധി. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസാധാരണ മനുഷ്യൻ ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ്. ഈ പാഠത്തിൽ നമുക്ക് എടുക്കാം. നബിമാർ നമ്മെ പോലെയല്ല, അവർ ഗൈബ് അറിയും. മലക്കുകളെ കാണാനും കേൾക്കാനും അവർക്ക് കഴിയും. വഹ്യ് സ്വീകരിക്കാൻ സാധിക്കും. ഇതൊന്നും സാധാരണ മനുഷ്യർക്ക് കഴിയില്ല. ഹദീസിൽ ഇങ്ങനെ കാണാമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ആയിഷ ഹാദാ ജിബ്രീൽ ഇഖ്റ അലൈഹിസ്സലാം ഫഖാലത്ത് വഅലൈഹിമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു തറാ മാ ലാ അറാ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാനോ ശബ്ദം കേൾക്കാനോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കഴിഞ്ഞില്ല. മറ്റുള്ളവർ കാണാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നു എന്ന് ബീവി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. നബിമാർ നമ്മിൽ നിന്ന് തീർത്തും വ്യത്യസ്തരാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിയർപ്പ് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരുന്നു. അവിടുത്തെ തിരുകേശം മുഖ്യവെള്ളം സ്വഹാബികൾ രോഗശമനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണുകൾക്ക് മാത്രമേ ഉറക്കമുണ്ടായിരുന്നുള്ളൂ, ഖൽബ് ഉറങ്ങാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നിലുള്ളത് കാണാൻ കഴിയുമായിരുന്നു, നെയിലുണ്ടായിരുന്നില്ല. ഇവയെല്ലാം സാധാരണ മനുഷ്യർക്കില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറയാതെ അദാൻ നിസ്കാരം സഹിയാവുകയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിന് ശേഷം ഷഹാദത്തിൽ അല്ലാഹു തആലയുടെ പേര് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറയാതെ മുസ്ലിമാകാൻ പോലും സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പോലെയല്ലെന്ന് അവിടുന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നി ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെ പോലെയല്ല. ഇത് നമുക്കൊരു ഉപന്യാസമാക്കി മാറ്റാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും അവിടത്തോടു കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.